എത്രയും പെട്ടെന്ന് ഈ റോഡ് പരിഹരിക്കാൻ പറ്റുക നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാരാണ് ഈ നാട്ടിലെ ആവശ്യം. ഹായ് ഫ്രണ്ട്സ്, SS നെൻബൻസ് ആണ്. ഞങ്ങളിന്ന് തിരുവോണമായിട്ട് ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാവശ്യമ്പലത്തിൽ നിന്ന് കാട്ടാക്കടയിലുള്ള റോഡ് വളരെ മോശമായിട്ട് കിടക്കുന്നത്. ഡെയിലി ആക്സിഡൻറ്റും കാര്യങ്ങളാണ്. അധികാരികൾ ആരും ഇത് കാണുന്നില്ല. അപ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് ഈ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യണതാണ്. അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ പ്രാവുച്ചമ്പലം കാട്ടാക്കട റോഡിന്റെ അവസ്ഥയെ കുറിച്ചാണ്. കറക്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ റോഡ് ഇത്രയും പൊളിഞ്ഞു കിടക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ വലിയ ഭീതിയായിട്ട് തോന്നത്തില്ല. കാര്യം നമുക്ക് ഈ കട്ടറും കുഴിയും എവിടെയാണെന്ന് കറക്റ്റ് നമുക്ക് അത് ഫോക്കസ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതല്ല പ്രശ്നം. മഴയൊന്ന് പെയ്ത് കഴിഞ്ഞാൽ ഇത് വെള്ളം കൊണ്ട് മൂടും. പിന്നെ 2 വീലറിൽ പോകുന്നവർക്ക് ഇത് എവിടെയാണ് കുഴി അല്ലാത്തതെന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഒരുപാട് ലേഡീസ് വണ്ടി ഓടിക്കുന്നതാണ് ഈ സമൂഹത്തിൽ. അവിടെ ഒരുപാട് പേര് ഇവിടെ വന്ന് സ്ലിപ്പായി വീഴുന്നുണ്ട്. ഇത് പോയിട്ട് ആംബുലൻസ് നമ്മളെ ഈ വീഡിയോക്കകത്ത് നമ്മൾ ഇതിനെല്ലാം കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ആംബുലൻസ് ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ കറക്റ്റ് 1 കിലോമീറ്റർ രോഗിയെ കൊണ്ട് വളരെ പതിയെയാണ് അവർ ഈ കുഴി ഇറങ്ങി പോകുന്നത്. കാര്യം രോഗിയെ കൊണ്ട് പാസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അത് ഞങ്ങൾ ഈ വീഡിയോയിൽ 2-3 ആംബുലൻസ് ഇതുവഴി പാസ് ചെയ്യുന്ന വീഡിയോ നമ്മൾ കറക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ കാണണം. വളരെ മോശമായിട്ടുള്ള റോഡാണ്. എന്റെ ഭാര്യയും കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇതുവഴി പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഉള്ളു പിടഞ്ഞാണ് പോകുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം ഒരു കുഴിയുടെ ആഴം എത്രയെന്ന്. അതായത് ഒരു സാധാരണ I-20 പോലുള്ള കാറിൽ പോകാണെങ്കിൽ പോലും കാറിന്റെ ഫ്രണ്ട് ബമ്പർ ഇടിക്കുന്ന തരത്തിലുള്ള റോഡാണ്. അപ്പൊ നമ്മൾ ബൈക്കിൽ നമ്മുടെ കുഞ്ഞിനെയും നമ്മുടെ ഭാര്യയും കൊണ്ട് എന്ത് സേഫ്റ്റിയാണ് വരുന്നത്. നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, വണ്ടി എടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് ഒരു വിലയിലെത്താം. മന്ത്രിമാര് പറഞ്ഞു മറ്റൊക്കെ അങ്ങ് മോളിൽ കൂടെയും താഴെ കൂടെയൊക്കെ പോകും. അവർക്ക് ഫ്ലൈറ്റിൽ വരാം, ഹെലികോപ്റ്ററിൽ വരാം, അല്ലെങ്കിൽ അവർക്ക് മെയിൻ റോഡ് അവർ വരുന്ന വഴിക്ക് നമ്മളെ ഒഴിവാക്കിയിട്ട് അവർ പോകും. നമ്മളെ സിഗ്നലിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് അവരെ ഇഷ്ടത്തിന് പോവുകയും ചെയ്യും. പക്ഷെ നമ്മളെന്താണ് ചെയ്യുന്നത്? നമ്മൾ ഈ ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ കുഴികളും ഒന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ കുഴി ഏതാണ് അപ്പുറത്തെ കുഴി ഏതാണെന്ന് അറിയത്തില്ല. എന്ത് ചെയ്യും നമ്മള്? എന്തെങ്കിലും വീണോ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ, നമ്മള് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. മന്ത്രിമാർക്കാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവാം, അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി ചികിത്സിക്കാനും പറ്റും. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഒരു ഗതിയില്ലാത്ത അവസ്ഥയാണിത്. ഇത് റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കില്ലെങ്കിൽ ഇനി 1-2 ജീവനും കൂടെ പോകും. ഏതെങ്കിലും ജീവനൊക്കെ പോയി കഴിയുമ്പോൾ ഇവര് പറയും ആ റോഡ് ഇങ്ങനെയാണ്, മറ്റാണ്. ഇതിന്റെ ഉദ്ഘാടനത്തിന് പറഞ്ഞവർ ഉദ്ഘാടനത്തിന് മുമ്പുള്ള അവസ്ഥ നോക്കത്തില്ല. ഉദ്ഘാടനം വല്ലതും വരികയാണെങ്കിൽ അവർ ഓടി വരും, ഉദ്ഘാടനം നടത്തും, കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ. ഇതിന്റെ ഇത്രയും പരിതാപകരമായ അവസ്ഥ എത്രയും പെട്ടെന്ന് മാറ്റിയില്ല എങ്കിൽ വൻ പ്രശ്നമാണ് ഇവിടെ. പറയാം, നാട്ടിൽ ആരും വോട്ട് ചെയ്യാതിരിക്കുക. ഏതെങ്കിലും ഒരു ഇലക്ഷന് ഓരോ ആൾക്കാർ വോട്ട് ചെയ്യാതിരിക്കുമ്പോൾ ഉറപ്പായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ചോദ്യം വരും, എന്തുകൊണ്ട് ഈ നാട്ടുകാർ മൊത്തം വോട്ട് ചെയ്തില്ല എന്ന്. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് നാട്ടുകാരും ഒന്നിച്ച് നിൽക്കത്തില്ല. അവിടെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശോചനീയാവസ്ഥ നിങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതാ കണ്ടില്ലേ, പാവപ്പെട്ട സാധാരണ ആട്ടോക്കാരും എല്ലാം മൊത്തത്തിൽ പ്രശ്നമാണ്. ഇതിനിടയ്ക്ക് തന്നെ ഒത്തിരി ആക്സിഡന്റ് കേസുകളെല്ലാം ഇവിടെ ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് ഒരു 3-4 മാസം വരും. 3-4 മാസത്തിന് മുന്നേ ഈ റെയിൽവേ പണി തുടങ്ങിയ ആ സമയം മുതൽ ഇവിടെ പ്രശ്നമാണ്. ഇവര് എന്ത് പറയാൻ, റെയിൽവേ ഭാഗത്തു നിന്നായിരുന്നാലും ഇച്ചിരി കോൺക്രീറ്റ് ഒന്ന് കുഴച്ചിട്ടാൽ മതിയായിരുന്നു. എന്നാലും അവർ ചെയ്യത്തില്ല. പിന്നെ ഇതിനിടയ്ക്ക് കുറച്ച് യുവജന സംഘടനകളുടെ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഒരു കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പിറ്റേ ദിവസം ഇവര് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് കുറച്ച് കോൺക്രീറ്റ് കൊണ്ടുവന്ന് കുഴച്ചിട്ടായിരുന്നു. പക്ഷെ അത് പിറ്റേ ദിവസം മഴയത്ത് അതെല്ലാം പ്രയോജനം ഇല്ലാതെ പോയി. ഈ റോഡ് ഇങ്ങനെ ആയിട്ട് എങ്ങനെയാലും ഒരു 3 മാസം കഴിയും. 3 മാസം കഴിയും. ഒരു കാര്യമില്ല. ഒത്തിരി ആക്സിഡന്റ് നടക്കുന്നുണ്ട്. ഒത്തിരി. നിങ്ങളിപ്പോ കുറച്ചു നേരം ഒരു 5 മിനിറ്റ് ഇവിടെ നിന്നാൽ മതി, നിങ്ങൾ കൃത്യമായിട്ട് കാണാം. പക്ഷെ എന്തായാലും ഇത് നിങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതൊക്കെ നല്ലതാണ്. ഇത് എത്രയും പെട്ടെന്ന് അധികാരികളുടെ ശ്രദ്ധയിലെത്തി എത്രയും പെട്ടെന്ന് ഈ റോഡ് പരിഹരിക്കാൻ പറ്റുക നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാരാണ് ഈ നാട്ടിലെ ആവശ്യം. ചുമ്മാ റോഡിന്റെ ഒരു അവസ്ഥയായിട്ട് വളരെ മോശമായി കുറെ നാളായി ഇങ്ങനെ കിടക്കുന്നു. ഇതൊന്നും ആരും കാണാതെ മന്ത്രിമാരെന്താണ് ചെയ്യണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. അത്രയും കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾ ഇതുവഴി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അസുഖം വന്നവർ ഇതുവഴി കൂടെ പോയാൽ വല്ലതും സംഭവിക്കും. ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോവും. അങ്ങനെയാണ് ഈ റോഡ് കിടക്കുന്നത്. റോഡൊക്കെ പൊളിഞ്ഞു കിടക്കണം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ലോഡ് അടിക്കാൻ വണ്ടിക്ക് കംപ്ലൈന്റ് വരാറുണ്ടോ? ഫ്ലാറ്റ് എത്രയും പൊട്ടിപ്പോ അത്ര തന്നെ. വേറെ സംഭവിക്കാൻ എന്തിനായിരിക്കുന്നത്? വേറെ ബൈക്കാർ ആക്സിഡന്റ് എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഇവിടെ? തട്ടിക്കൊണ്ടു പോണവരുണ്ട്. ഇപ്പൊ ഈ 4 മാസം റോഡ് പൊളിഞ്ഞിടണം. അപ്പൊ ഇതില് എന്തൊക്കെയാണ് നിങ്ങളെ വണ്ടിക്ക് വന്ന കംപ്ലൈന്റ് ഇതിനിടയ്ക്ക്? എന്റെ പിന്നും ഇതെല്ലാം പോയി, ഫ്ലാറ്റ് പോയി. വെയിൽ കൊണ്ട് മാറൊക്കെ തന്നെ ജോലി തന്നെ. ഇതില് 2 വണ്ടികൾ നമ്മൾ പോയി അടിയൊക്കെ ഇടിച്ചിടിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആനക്കുഴിയായി. സർക്കാർ ടാർ ചെയ്ത് അറിയില്ലെന്ന് എനിക്കറിയത്തില്ല. എന്താണ് ഇതിന്റെ അവസ്ഥ, ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള അവസ്ഥ? ഇനി എന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലും ബുദ്ധിമുട്ടാക്കാതെ എന്തെങ്കിലും ചെയ്താ നല്ലത്. സാധാരണക്കാർക്ക് ജീവിക്കാം. 2 വീലറിൽ അവര് സ്ലിപ്പായി വീണെണീറ്റ് പോയി.
ഇത് അത്ര ശോധനയാണ്. കാരണം വെള്ളം കൂടെ കെട്ടിക്കിടന്ന എന്താണെന്ന് അറിഞ്ഞു കുഴി എവിടെയാണെന്ന് അറിയാൻ പറ്റൂല. ആ. രാത്രി പോയാലും പിന്നെ തെറിച്ചാണ് വീഴുന്നേച്ച് പോണത്. ഇവിടെ മാത്രമല്ല അങ്ങോട്ടും അങ്ങനെ തന്നെ, അങ്ങറ്റം വരെ അത് തന്നെ. ഏകദേശം വലിയത്തല തീർന്നവരെ ഈ റോഡിന്റെ ഗതി ഇത് തന്നെ. വലിയത്തല വരെ. നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ പറയാനുള്ളത്? മൊത്തം പ്രശ്നമാണ്. മൊത്തം ഈ വണ്ടി നമ്മൾ ടാക്സ് അടക്കണം നമുക്ക് വെറുതെ അതിൽ കൂടെ നമുക്ക് പണിയും വണ്ടി മൊത്തം പ്രശ്നമാണ്. മൊത്തം ചാക്കത്തിൽ പ്രശ്നം മൊത്തം കംപ്ലൈന്റ് ആണ്. നമ്മൾ സർക്കാരും പാപ്പരായിപ്പോയി, കേന്ദ്രവും പാപ്പരായിപ്പോയി. കാരണം ഈ മനുഷ്യരൊക്കെ നമ്മൾ അതിനെക്കാട്ടി പിച്ചക്കാരായി. ആ അവസ്ഥയാണ് ഇതുവരെ നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. ഒരു മാറ്റവും ഇല്ല. നമ്മള് ടാക്സ് വാങ്ങുന്നതിന് കുറവില്ല. ടാക്സ് വാങ്ങിക്കാൻ വേണ്ടി പെറ്റി അടയ്ക്കാൻ വേണ്ടി ക്യാമറയൊക്കെ വെച്ച് മൊത്തം വിഷയങ്ങളാണ്. പക്ഷേ അതൊന്നും ഈ ഒരു ചിലവാക്കുന്നില്ല, അത്രേ ഉള്ളൂ. ടാക്സി വാങ്ങുന്നതിന്റെ ഒരു 10% ഇവിടെ ഇല്ല, ചിലവാക്കുന്നില്ല, അത്രേ ഉള്ളൂ. എന്റെ ഭാര്യ വന്ന് വീണ് കാലിന്റെ മുട്ടൊക്കെ പോയി, ഞാൻ മൊത്തം പ്രശ്നമായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യാൻ, നമ്മൾ അനുഭവിച്ചു. ഇപ്പൊ ഈ രാഷ്ട്രീയം പറഞ്ഞല്ല, ഒന്നും പറഞ്ഞല്ല. ഞാൻ ഒരു സാധാരണ ഒരു പച്ച മനുഷ്യൻ, അതിനാണ് നമ്മൾ വരുന്നത്. ഓക്കെ. ഈ വീഡിയോ മാക്സിമം അധികാരികളിൽ എത്തുന്നത് എല്ലാവരും ഷെയർ ചെയ്യണം. അല്ലാതെ ഇനി ഇവർ ഈ റോഡ് ചെയ്യണമെങ്കിൽ ഒരു ബൈക്ക് യാത്രകൻ ഇവിടെ വീഴുന്ന ദാരുണാന്ത്യം സംഭവിച്ചാൽ മാത്രമേ അവർ സർക്കാർ ഇത് ചെയ്യുള്ളൂ. അതിന് മുന്നായിട്ട് ഒരു ജീവൻ പോലും പൊലിയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് ഉടനെ തന്നെ ഈ റോഡ് നമുക്ക് റീടാറിംഗ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കണം.